ഏറെക്കാലമായുള്ള അഭ്യൂഹങ്ങളെ തള്ളി രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് തമിഴ് സൂപ്പർ താരം വിജയ്. തമിഴക വെട്രിക്കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി ഉള്ളതാണ്. തന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ ദിശയിലേക്കുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. വിജയ് പലപ്പോഴും വിനിമയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനകളായാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളതും ചർച്ചയാക്കിയതും. സിനിമകളുടെ പ്രമോഷൻ വേദികളിൽ വരെ വിജയിൽ നിന്നും ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചായിരുന്നു. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറങ്ങുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ഉടനീളം ആൾബലമുള്ള സംഘടനയാണ് വിജയ് ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം. തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. നിർധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെന്ററുകൾ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു. കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും വിജയ് ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ലിയോ സക്സസ് മീറ്റിൽ വിജയ് രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞേക്കുമെന്ന ആകാംക്ഷ ആരാധകർക്കുണ്ടായിരുന്നു. ആ വേദിയിൽ ഇത് സംബന്ധിച്ച ചോദ്യത്തിന് നേരിട്ട് മറുപടി പറഞ്ഞില്ലെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തുമെന്ന സൂചന വിജയ് നൽകിയിരുന്നു. രാഷ്ട്രീയം തനിക്ക് ഹോബിയല്ലെന്ന് പ്രഖ്യാപിച്ച വിജയ് താൻ സിനിമാ രംഗത്ത് നിന്നും വിട്ട് പൂർണ്ണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നാണ് താരം വ്യക്തമാക്കുന്നത്. തമിഴ് വെട്രിക്കഴകം എന്ന പേരിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ആഴ്ചകൾ നീണ്ട രാഷ്ട്രീയ ചർച്ചകൾക്ക് ശേഷമാണ് ഉടലെടുത്തത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല. അതേസമയം 2026 തമിഴ്നാട് നിയമസഭാ തിരഞ്ഞെടുപ്പാണ് വിജയ് ലക്ഷ്യമാക്കുന്നത്. നിലവിൽ വെങ്കിട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന ഗോട്ട് എന്ന സിനിമയിലാണ് വിജയ് അഭിനയിക്കുന്നത്. ഈ ചിത്രത്തിന് ശേഷം ഒരു ചിത്രം കൂടി താൻ ചെയ്യുമെന്നാണ് വിജയ് ഇപ്പോൾ പറയുന്നത്. തന്റെ പാർട്ടി പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കാതെ ദളപതി 69 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം പൂർത്തിയാക്കുമെന്നാണ് വിജയ് കത്തിൽ പറയുന്നത്. പിന്നീട് പൂർണ്ണമായും ജനസേവനത്തിലായിരിക്കുമെന്നും വിജയ് വ്യക്തമാക്കുന്നു. എന്നാൽ വിജയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള വരവിനെ എതിർക്കുന്നവരും വരവേൽക്കുന്നവരും ആരാധകർക്കിടയിലുണ്ട്. വിജയ് സിനിമയിൽ ഇരിക്കുന്നതാണ് നല്ലത്, രാഷ്ട്രീയത്തിൽ വന്നാൽ എത്രത്തോളം അത് പ്രാവർത്തികമാകുമെന്ന് പറയാനാകില്ല എന്നാണ് എതിർക്കുന്നവർ പറയുന്നത്. വിജയ് അണ്ണൻ രാഷ്ട്രീയത്തിൽ വന്നാൽ നല്ലതായിരിക്കുമെന്ന് കരുതുന്നവരും ഈ കൂട്ടത്തിലുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് പിന്നാലെ താരത്തിന്റെ സ്വത്തുവകകളും ചർച്ചയാക്കിയിരിക്കുകയാണിപ്പോൾ. ഒരു സിനിമയ്ക്ക് 100 മുതൽ 110 കോടി വരെ വിജയ് പ്രതിഫലം വാങ്ങിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. വിജയുടെ ആകെ ആസ്തി 445 കോടിയാണ്. ചെന്നൈയിൽ നീലഗിരിയിലെ കടലിന് അഭിമുഖമായി പണി കഴിപ്പിച്ച ആഡംബര വീട്ടിലാണ് ഭാര്യ സംഗീതയ്ക്കും മക്കളായ ജെയ്സൺ സഞ്ജയ്, ദിവ്യ സാഷ എന്നിവർക്കുമൊപ്പം വിജയ് താമസിക്കുന്നത്. വിജയുടെ ആസ്തിക്ക് പുറമെ സംഗീതയ്ക്ക് 400 കോടി അടുപ്പിച്ച സ്വത്തുണ്ട്. ബിസിനസ്സുകാരനായ സ്വർണലിംഗമാണ് സംഗീതയുടെ പിതാവ്. ഏത് രീതിയിലുള്ള സിനിമയായാലും അത് വിജയമായാലും പരാജയമായാലും മുടക്കിയ മുതൽ മുടക്ക് തിരിച്ചു പിടിക്കുന്നവയായിരുന്നു വിജയ് ചിത്രങ്ങൾ. അതുകൊണ്ട് തന്നെ വിജയ് സിനിമകൾ നിർമ്മിക്കാൻ പ്രൊഡ്യൂസർമാർക്ക് താല്പര്യവും ഏറെയാണ്. അതാണ് താരത്തിന്റെ രാഷ്ട്രീയ അരങ്ങേറ്റത്തോടെ അവസാനിക്കാൻ പോകുന്നതും.